നമസ്കാരം. മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകളെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞായറാഴ്ച ഉള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ട ദിവസമാണ്. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലാണ് ഇരിക്കുന്നത്. സോ റെക്കോർഡിംഗ് വന്നിട്ട് ബാംഗ്ലൂരിൽ വെച്ചാണ് നടക്കുന്നു. തിങ്കളാഴ്ച തിരികെ ചെന്നൈക്ക് വരും. വിഷ്ണു വാശുത്തൊടിസിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് തന്നെ സംസാരിക്കണമെന്ന് പറയുന്നു. ഇന്ന് പിന്നെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നോക്കാം. വെൽക്കം ടു ദ സ്പെഷ്യൽ എപ്പിസോഡ് മ്യൂച്വൽ ഫണ്ട്. ഈ ഡിജിഗോൾഡ് മാറ്ററിലൊക്കെ ഞങ്ങൾ അകത്ത് വിളിക്കരുത്, നിങ്ങൾ അതിൽ വരത്തില്ല എന്ന് ആദ്യം തന്നെ തെളിവായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിയോണ്ട് എൻ്റെ അടുത്ത് വന്ന് കരയരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് ചില മ്യൂച്വൽ ഫണ്ട്സ് കമ്പനിയൊക്കെ അവരെ 10% പോർട്ട്ഫോളിയോ വന്നിട്ട് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയ മട്ടിൽ 5% 10 എന്നാണ് കണ്ടത്. നീ പറയുവാണെങ്കിൽ അത് കറക്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെയല്ല സർ, ഞാൻ നോക്കിയോണ്ടാണ് പറയുന്നത്. ശരി, ഇവിടെ 10 5 നോക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ജോലിയിൽ നമ്മൾ വിട്ടു. ഇപ്പോൾ എല്ലാവരും ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിനെ വിട്ടുകൊണ്ട് ഗോൾഡിൻ്റെ പുറകെയാണ് ചിന്തിക്കുന്നത്. സോ ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ടേൺ ഓവർ വന്ന് ഡിപ്പായിരിക്കുന്നു. ഇത് കുതിര റേസിൽ വിട്ടതിനെ പിടിക്കുന്ന പോലെയാണ് കഥ. സോ ഇപ്പോൾ സെബി എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ, നീയും ഗോൾഡ് വാങ്ങ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആരും ഇങ്ങനെ ഏറുന്ന അവർ വിചാരിച്ചില്ല. സോ ഇപ്പൊ കയറി എനിക്കുന്നു. അതെ, ഇപ്പോൾ ഗോൾഡ് ETF വളരെ അടിയാണ്. നീയും ഗോൾഡ് വാങ്ങ്. എന്തെന്ന് വെച്ചാൽ, ഗോൾഡ് ETFിൽ പോർട്ട്ഫോളിയോ മാനേജറിന് ശമ്പളം സെപ്പറേറ്റ് കൊടുക്കണ്ട. അതേസമയം ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ശമ്പളം കൊടുക്കണം. സോ അവർ പെർമിഷൻ കൊടുത്തിരിക്കുന്നതാണ് 5% ഈ ഗോൾഡ് വേണമെങ്കിൽ വാങ്ങിയോ എന്ന്. സോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടൊക്കെ സ്റ്റോക്കിനെ കളിച്ചുണ്ട്. ഇപ്പം ഇറാനിൽ ഗുണ്ടിടുവാണെങ്കിൽ ഇന്നും ഒരു 5 കൊല്ലത്തിൽ 25,000 പോകാൻ ചാൻസ് ഒരുപാടുണ്ട്. ആ 25,000 പോകുന്ന സമയം തിരികെ ഗോൾഡ് പീക്സ് മ്യൂച്വൽ ഫണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ. പോയ 5 വർഷം 10 വർഷം 15 വർഷം റെക്കോർഡ് 20 വർഷം റെക്കോർഡ് നോക്കിയാലും മ്യൂച്വൽ ഫണ്ടിന് ഗോൾഡ് ലെഫ്റ്റ് അടിച്ചു. സർ, നിഫ്റ്റിയെ തന്നെ 50 വർഷത്തിൽ ബീറ്റ് ചെയ്തെന്ന് ഒരുപാട് ന്യൂസ് കണ്ടായിരുന്നു. അടിച്ചിരിക്കുന്നു. അതായത് ലെഫ്റ്റിന് അതന്നെ ലെഫ്റ്റിൽ ആണ് തന്നെയല്ല സർ, അതന്നെ അടിച്ചിരിക്കുന്നല്ലേ. പിന്നെ എന്താണ് ഇങ്ങനത്തെ ഒരു ചോദ്യം? ഒരു വർഷത്തിന് മുമ്പേ വരെ ഞാൻ നോക്കുന്നു സർ. ബസ്, നിനക്കിപ്പോൾ എന്ത് വയസ്സാണ്? 37 സർ. ഒരു 20 വയസ്സ് നിനക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാമെന്ന് വെച്ചോ. പക്ഷെ നിനക്ക് അറിയത്തില്ലെന്ന് എനിക്കറിയാം. നിന്റെ ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് ടൈമിൽ മ്യൂച്വൽ ഫണ്ട് ഗോൾഡിന് അടിച്ചുക ചാൻസ് സർ. ഫാക്റ്റാ. അതിൻ്റെ ശിശു നിനക്ക് എന്താണ്? ഹൈദരാലി കാലത്ത് നടക്കുവാണെങ്കിൽ അതുകുറിച്ച് നിനക്ക് എന്താണ് വിഷമം? കറക്റ്റ്. കയ്യിൽ വച്ചിരിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ ഹൈദരാലിയുടെ കാലത്തിൽ വാങ്ങി ഇത്രയും ദിവസം വച്ചിരിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇന്ന് ഇരുന്ന 50 വർഷം കഴിഞ്ഞ്, അതായത് 2047 ഇന്ത്യ ഡെവലപ്പായാൽ നിനക്കെന്ത്? നീ റിട്ടയർമെൻറ്റ് സ്റ്റേജിലിരിക്കും. ഇന്ന് എന്താണ് നടക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇന്ന് ഗോൾഡിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നു ഗോൾഡ് 25,000 തൊടുമെന്ന്. ഇവരും പറയുന്നു ഗോൾഡ് 25,000 പോകുമെന്ന്. 25,000 പെർ ഗ്രാം, $25,000 പെർ ഔൺസ് സർ. 25,000 പെർ ഗ്രാം. എനിക്ക് ഈ സംശയം മാത്രം ഒരുപാട് വട്ടം വന്ന് പോകുന്നു സർ. 25,000 പെർ ഗ്രാം ആണ്. അങ്ങനെ നോക്കുമ്പോൾ 30 × 25,000 7,50,000 രൂപയാണ് ഒരു ഔൺസ്. ഒരു ഗ്രാം 25,000 പറയുന്നു. 5 നിന്ന് 6 കൊല്ലത്തിൽ നടക്കാനുള്ള സാധ്യത അധികമുണ്ട്. എന്ന് വെച്ചാൽ 100 നിക്ഷേപമാണ്, 120 ലക്ഷ്യം. ആ ലക്ഷ്യം മാത്രം നിറവേറിയെങ്കിൽ ഗോൾഡ് എവിടെയും പോയില്ലെങ്കിൽ ഒരു 30% കയറും. ഇപ്പോൾ 15,000 ഇരിക്കുന്നു ഡോളറിൽ. പക്ഷേ രൂപയുടെ മതിപ്പ് 30% ഇളവാണെങ്കിൽ അതിൽ തന്നെ 20 തട്ടിയെടുക്കും. സോ 20 ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ഡ്രംബാഗോത കുറച്ച് ഡാൻസ് കളിക്കുവാണെങ്കിൽ ഇനി ഒരു 5,000 രൂപയും ഒരു 25,000 കയ്യിൽ കൊടുക്കുവാണെങ്കിൽ നിനക്ക് ഹാപ്പി അല്ലേ? സോ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ജനങ്ങളൊന്നും മുട്ടാളല്ല. 1-2 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം വരെ അവരെ പറ്റിക്കാൻ പെടും. പക്ഷെ അത് നിരന്തരമായിട്ടല്ല. എന്നെപ്പോലെ 4 പേര് പറയുന്നത് അവർ കേൾക്കാൻ തുടങ്ങും. അവരെന്ത് വിചാരിക്കും? സ്വർണ്ണത്തിന് വാങ്ങാമല്ലോ എന്ന് തീരുമാനിക്കും. കാരണമാണ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടൊക്കെ ഡിപ്പായിരിക്കുന്നത്. സോ അവരെ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്താണ് ഈ സ്കീം അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നു സർ. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിന് അടുത്തേ പോരുത്. അത് അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? മുതലാളി കടത്ത് ചോദിക്കുവാണെങ്കിൽ തന്നെ തൊഴിലാളി ജോലി ചെയ്യും. അതിന് കമ്പനി ഉരുപ്പെടും. ഓക്കെ, അപ്പൊ സോ കറക്റ്റായ ട്രാക്കിലാണ് പോകുന്നത് അല്ലേ? സോ ഒരുപക്ഷെ മുതലാളി ഇപ്പം ഉത്തരം ചോദിക്കുന്നത് കറക്റ്റായില്ല നിനക്ക് തോന്നുന്നെങ്കിൽ നീ വെളിയിൽ പോവാം. ഞാൻ നിങ്ങളടുത്ത് മുമ്പേ പറഞ്ഞതൊക്കെ ഓക്കെ. പക്ഷെ താത്തയ്ക്കും ഓണർ ഇരിക്കുന്നു. ഓണർ ചോദിക്കും, എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അവർ ഉയിരോടെ ഇരിക്കുന്ന സമയം തന്നെ ന്യൂവൽ ടാറ്റ ഇരിക്കുന്നു. അവർക്ക് 3 പിള്ളേരുണ്ട്. അതെ സർ, യെസ്. നമ്മൾ ടാറ്റയെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഓക്കെ, ഇനി കാര്യങ്ങൾ വിഷമിക്കും. അടുത്ത ചോദ്യത്തിനോട്ട് പോവാം സർ. ഇനി IDFC സർ. സർ, ഈ 556 കോടി തിരികെ കൊടുത്തേ എന്ന് പറയുന്നു.
സാർ അത് കൊടുത്ത് തീർന്ന ഡിവിഷന്റെ ഇടം ഒരു ലാസ് കാണിക്കും, കുറച്ച് റിക്കവറി ആവും. അവർ എന്ത് പറയുന്നതെന്നാൽ ഏത് ബാങ്കിന് ചെന്നിരിക്കുന്നോ അവരുടെ അക്കൗണ്ടിനകത്ത് കുറച്ച് ഫ്രീസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. സോ എൻ്റെ ബിലീഫ് മുക്കാവശ്യ കാശ് വന്നെത്തും. പ്രൊവിഷണൽ ഇരുന്നത് ഒരു ലാസ് ആൻഡ് റൈറ്റ് ഓഫ് ചെയ്തതൊക്കെ ബാങ്കിന്റെ ബീലിംഗ് ആണ് സാർ. ആ അതെ, ആസ് എ ഇൻവെസ്റ്റർ ആയിട്ട് നിനക്കെന്ത് പോയി? ബാങ്കിലല്ലേ പോയത്. സാർ ഇത് എന്റെ സ്റ്റോക്ക് പ്രൈസ് ആക്സെപ്റ്റ് ആവുമല്ലേ സാർ? ഇറങ്ങിയത് തന്നെയല്ലോ, നിനക്കൊരു ചാൻസ് ആണ് അത്. നിങ്ങൾ പറയുന്നത് പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി അല്ലേ സാർ? അമേരിക്കൻ എക്സ്പ്രസ് എന്ന് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരിട തലപ്പിൽ അത് പറ്റിക്കാൻ പറ്റും. ഷെയറിന്റെ വില ഇറങ്ങി, ബഫറ്റ് വാങ്ങി, ഇന്ന് വരയ്ക്ക് അതിനെ വച്ചിരിക്കുന്നു, പല മടങ്ങി ഏറിയിരിക്കുന്നു. നിനക്കും ഇതുപോലെ ഒരു അബദ്ധം പറ്റി. ആക്സിഡന്റ് എന്താണ് നടന്നു എന്ന് നോക്കണ്ട, നടന്നു. ഇയാളുടെ കാറിന് ഓട്ടുന്ന സമയം എങ്ങനെയോ തപ്പി. ഈ ചാൻസ് ഉപയോഗിച്ച് ഇന്നും കുറച്ച് എടുക്കാൻ നോക്കണം. ഇതിനൊക്കെ എടുക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. അതിലിരുന്ന് 5 രൂപ കയറിയിരിക്കുന്നു. ഓക്കെ സർ, അടുത്തത് വന്നിട്ട് മ്യൂച്വൽ ഫണ്ടിന് ഒരു വലിയ സംശയം ഇരിക്കുന്നു സാർ. സാർ അതിനെ കുറിച്ച് ഞാൻ നാളെ ചോദിക്കാം. എന്തെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് തന്നെ ശരിയായിട്ടിരിക്കും. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ ഇടണ്ട എന്ന് പറയുന്നു, പക്ഷെ ഒരുപാട് ആൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പറയുന്നു. ഇതിന്റെ ഡിഫറൻസ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ, അതിന് മുമ്പ് 2 ചോദ്യങ്ങൾ ചോദിക്കാം സാർ. സെമി ഗ്ലൂട്ടൈഡ് ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിൽ 50% റേറ്റ് കുറവാണ്. ഇതിൽ ഈ മെഡിസിൻ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് നമ്മൾ നോക്കുന്നു, അവർ വലിയ വലിയ ബോർഡൊക്കെ ഇട്ട് ഡോക്ടർ റെഡ്ഡി ഉബേഡ ഒക്കെ വരും. ലൈഡസ് ലൈഫ് സയൻസസ് റീയൂസബിൾ സൂചി ഇടുന്നു. നാഡ്കോ വന്നിട്ട് എഡിസ് ലൈഫ് സയൻസസിനൊപ്പം ചേർന്ന് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ വരുന്ന അറിഞ്ഞാലേ നമ്മളിവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവരെത്താൻ നമ്മൾ വച്ചിരിക്കുന്നു സാർ. ഡോക്ടർ റെഡ്ഡി വെച്ചിരിക്കുന്നു, നാക്കോ വെച്ചിരിക്കുന്നു, സിപ്ല വച്ചിരിക്കുന്ന സാർ. ഇതൊക്കെ ഇപ്പൊ കൺസെപ്റ്റ് ചെയ്യാമോ സാർ? ഞാൻ തന്നെ വിട്ടായിരുന്നു. സിപ്ലൈൻ സൺഫാർമൈൻ എന്റെ അടുത്തില്ല. രണ്ടിനെ വിട്, സിപ്ല നമുക്ക് ചിന്തിക്കാം. മറ്റൊക്കെ നീ കൺസെപ്റ്റ് ചെയ്താൽ മതി. ടെമിഗ്യൂട്ടഡ് മാറ്ററിൽ അകത്ത് വരുമ്പോൾ സെയിൽസ് കൂടുതലാവും ഇന്ത്യ പുറത്തു മട്ടിൽ എന്നത് ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഡയബറ്റീസിന്റെ ക്യാപിറ്റൽ ഇന്ത്യ തന്നെ. പട്ടാസ് ടെസ്റ്റിലുള്ള മുഖ്യമായിട്ടുള്ളതിന് ഇതിൽ കൺസിഡർ ചെയ്യാൻ തുടങ്ങട്ടാ. ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ എനിക്ക് പറഞ്ഞതല്ലേ ഇരിക്കുന്നു ഫാർമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇതുവഴി നോക്കിയില്ലെങ്കിൽ അത് നിന്റെ തെറ്റാണ് സാർ. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഫാർമയും ഐറ്റിയും നീ ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കണം. US ഡോളർ ആവശ്യം, നിങ്ങൾക്ക് ഗോൾഡിന്റെ മേൽ ഇഷ്ടം. ഗോൾഡിന് ഡോളറിന്റെ മേലാണ് പിരിയം. ഡോളർ വേണമെങ്കിൽ ഐറ്റിയും ഫാർമയും വേണം. ഐറ്റിയും ഫാർമയും ഇല്ലെങ്കിൽ ഡോളർ ഇല്ല. സോ നിങ്ങൾ ബജാജ് ആട്ട ഇതുപോലത്തെ കമ്പനിയിൽ പോയി ഇടാം. ഇതൊക്കെ ഡോളർ കമ്പനിയാണ്. ഡോളർ കമ്പനിയും ഗോൾഡുമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ സാർ, താങ്ക് യു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.